അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെറ്റനസ് എന്ന രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേര് ക്ലോസ്ട്രീഡിയം ടെറ്റനി. ടെറ്റനസ് എന്ന രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേര് ക്ലോസ്ട്രീഡിയം ടെറ്റനി. കുതിരസന്നി രോഗം എന്നറിയപ്പെടുന്ന രോഗം ടെറ്റനസ്. കുതിരസന്നി രോഗം എന്നറിയപ്പെടുന്ന രോഗം ടെറ്റനസ്. ടെറ്റനസ് എന്ന രോഗം എങ്ങനെയാണ് പകരുന്നത്? മുറിവിലൂടെ. ടെറ്റനസ് എന്ന രോഗം എങ്ങനെയാണ് പകരുന്നത്? മുറിവിലൂടെ. ടെറ്റനസ് എന്ന രോഗം എന്തിനെയൊക്കെയാണ് ബാധിക്കുന്നത്? നാഡികൾ, പേശികൾ. ടെറ്റനസ് എന്ന രോഗം എന്തിനെയൊക്കെയാണ് ബാധിക്കുന്നത്? നാഡികൾ, പേശികൾ. ടെറ്റനസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുരുമ്പ്. ടെറ്റനസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുരുമ്പ്. ടീറ്റി അടിക്കുന്നത് ഏത് രോഗത്തിന് എതിരെയാണ്? ടെറ്റനസ്. ടീറ്റി അടിക്കുന്നത് ഏത് രോഗത്തിന് എതിരെയാണ്? ടെറ്റനസ്. ടീറ്റി എന്നതിൻ്റെ പൂർണ്ണ രൂപം ടെറ്റനസ് ടോക്സോയിഡ്. ടീറ്റി എന്നതിൻ്റെ പൂർണ്ണ രൂപം ടെറ്റനസ് ടോക്സോയിഡ്. ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേര് സാൽമൊണല്ല ടൈഫി. ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേര് സാൽമൊണല്ല ടൈഫി. സന്നിപാതജ്വരം എന്നറിയപ്പെടുന്ന രോഗം ടൈഫോയിഡ്. സന്നിപാതജ്വരം എന്നറിയപ്പെടുന്ന രോഗം ടൈഫോയിഡ്. ടൈഫോയിഡ് ബാധിക്കുന്ന അവയവം കുടൽ. ടൈഫോയിഡ് ബാധിക്കുന്ന അവയവം കുടൽ. എൻട്രിക് ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ടൈഫോയിഡ്. എൻട്രിക് ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ടൈഫോയിഡ്. വൈഡാൽ ടെസ്റ്റ് ഏത് രോഗത്തിൻ്റെ നിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൈഫോയിഡ്. വൈഡാൽ ടെസ്റ്റ് ഏത് രോഗത്തിൻ്റെ നിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൈഫോയിഡ്. ടൈഫോയിഡ് രോഗത്തിൻ്റെ രോഗവാഹകരായി പ്രവർത്തിക്കുന്നത് ഈച്ചകൾ. ടൈഫോയിഡ് രോഗത്തിൻ്റെ രോഗവാഹകരായി പ്രവർത്തിക്കുന്നത് ഈച്ചകൾ. ട്യൂബർകുലോസിസ് അഥവാ ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയ മൈക്കോബാക്ടീരിയം ട്യൂബർക്കിൾ ബാസില്ലസ്. ട്യൂബർകുലോസിസ് അഥവാ ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയ മൈക്കോബാക്ടീരിയം ട്യൂബർക്കിൾ ബാസില്ലസ്. ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയയെ കണ്ടെത്തിയത് റോബർട്ട് കോക്ക്. ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയയെ കണ്ടെത്തിയത് റോബർട്ട് കോക്ക്. കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയരോഗം. കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയരോഗം.
രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം. ക്ഷയരോഗം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം. ക്ഷയരോഗം. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം. ക്ഷയരോഗം. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം. ക്ഷയരോഗം. ക്ഷയരോഗം എന്തിനെയാണ് ബാധിക്കുന്നത്? ശ്വസന വ്യവസ്ഥയെ. ക്ഷയരോഗം എന്തിനെയാണ് ബാധിക്കുന്നത്? ശ്വസന വ്യവസ്ഥയെ. പക്ഷികളുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം. പക്ഷിപ്പനി. പക്ഷികളുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം. പക്ഷിപ്പനി. ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം. വസൂരി. ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം. വസൂരി. ഡോട്ട്സ് എന്നത് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയരോഗം. ഡോട്ട്സ് എന്നത് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയരോഗം. ഡോട്ട്സ് എന്നതിൻ്റെ പൂർണ്ണരൂപം. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്. ഡോട്ട്സ് എന്നതിൻ്റെ പൂർണ്ണരൂപം. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ. BCG വാക്സിൻ. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ. BCG വാക്സിൻ. ക്ഷയരോഗ നിർണയ പരിശോധന. മാൻഡോ ടെസ്റ്റ്. ക്ഷയരോഗ നിർണയ പരിശോധന. മാൻഡോ ടെസ്റ്റ്. ക്ഷയരോഗ നിവാരണ ദിനം. മാർച്ച് 24. ക്ഷയരോഗ നിവാരണ ദിനം. മാർച്ച് 24. എയ്ഡ്സ് എന്നതിൻ്റെ പൂർണ്ണരൂപം. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സ് എന്നതിൻ്റെ പൂർണ്ണരൂപം. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. HIV എന്നതിൻ്റെ പൂർണ്ണരൂപം. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV എന്നതിൻ്റെ പൂർണ്ണരൂപം. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV വൈറസിനെ കണ്ടെത്തിയവർ. ലൂക്ക് മോണ്ടഗ്നീർ, റോബർട്ട് ഗാലോ. HIV വൈറസിനെ കണ്ടെത്തിയവർ. ലൂക്ക് മോണ്ടഗ്നീർ, റോബർട്ട് ഗാലോ. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. എയ്ഡ്സ്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. എയ്ഡ്സ്. ആദ്യകാലങ്ങളിൽ എയ്ഡ്സ് രോഗം അറിയപ്പെട്ടിരുന്നത്. ഗ്രിഡ് രോഗം. ആദ്യകാലങ്ങളിൽ എയ്ഡ്സ് രോഗം അറിയപ്പെട്ടിരുന്നത്. ഗ്രിഡ് രോഗം. ഗ്രിഡ് എന്നതിൻ്റെ പൂർണ്ണരൂപം. ഗേ റിലേറ്റഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. ഗ്രിഡ് എന്നതിൻ്റെ പൂർണ്ണരൂപം. ഗേ റിലേറ്റഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. എയ്ഡ്സ് രോഗം എന്തിനെയാണ് ബാധിക്കുന്നത്? രോഗപ്രതിരോധ ശേഷിയെ. എയ്ഡ്സ് രോഗം എന്തിനെയാണ് ബാധിക്കുന്നത്? രോഗപ്രതിരോധ ശേഷിയെ. ശ്വേതരക്താണുക്കളിൽ ലിംഫോസൈറ്റിനെ ബാധിക്കുന്ന രോഗം. എയ്ഡ്സ്. ശ്വേതരക്താണുക്കളിൽ ലിംഫോസൈറ്റിനെ ബാധിക്കുന്ന രോഗം. എയ്ഡ്സ്.
എയ്ഡ്സ് രോഗനിർണയ പരിശോധനകൾ. എലീസ ടെസ്റ്റ്, PCR ടെസ്റ്റ്, വെസ്റ്റേൺ ബോട്ട് ടെസ്റ്റ് അഥവാ WB ടെസ്റ്റ്, P24 ആൻറ്റിജൻ ടെസ്റ്റ്, നേവ ടെസ്റ്റ്, റാപ്പിഡ് ടെസ്റ്റ്. എയ്ഡ്സ് രോഗനിർണയ പരിശോധനകൾ. എലീസ ടെസ്റ്റ്, PCR ടെസ്റ്റ്, വെസ്റ്റേൺ ബോട്ട് ടെസ്റ്റ് അഥവാ WB ടെസ്റ്റ്, P24 ആൻറ്റിജൻ ടെസ്റ്റ്, നേവ ടെസ്റ്റ്, റാപ്പിഡ് ടെസ്റ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായെന്ന് കരുതുന്നു. തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുവാൻ കാർമൽ അക്കാഡമി എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ അമർത്തുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.